ഗായ്സ് എല്ലാവർക്കും പുതിയ പി എൽ പി ഗെയിമേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതെന്ന് വെച്ചാൽ സാധനമൊക്കെ വാങ്ങിച്ച് ലാസ്റ്റ് പൈസയൊന്നും ഇല്ലാണ്ട് 200 റുപ്യ ആകുന്നവരായിരുന്നു കളിച്ചത്. എന്നാൽ ഇപ്പം നമ്മളെ കയ്യിലുള്ള പൈസ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് വന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതൊന്നുമില്ല, നമ്മൾ കഷ്ടപ്പെട്ട് കുറേ മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം നമ്മൾ സാധനമെല്ലാം ഇറക്കി, അങ്ങനെ ഇത്രയും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ കുറച്ച് സാധനം ബാക്കിയുണ്ട്. ആ സാധനം പിന്നെ ഒരാളെ പണിക്ക് നിർത്തിച്ചിട്ടുണ്ട്. സോനിച്ചേട്ടൻ പണിക്കൊക്കെയാണ് ഗൈസ്. ഇവനുള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് അത്ര പണിയില്ലാണ്ടൊന്നുമില്ല. നമ്മളിങ്ങനെ എല്ലായിടത്തും നോക്കണം, തുടക്കണം, ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഒന്നും നോക്കാവുന്നില്ല, നേരെ ഷോപ്പ് തുറക്കാം. ഇന്ന് നല്ല കച്ചവടം തന്നെ ആയിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യാണ്ടോ നോക്കാം. ഓയിലും ബ്രെഡും ഓർഡർ ചെയ്യണം ഗൈസ്. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം മാത്രമേ ഉള്ളൂ ഗൈസ്. ഓയിലും ബ്രെഡും, ഒരു പെട്ടി ഓയിലും ഒരു പെട്ടി ബ്രെഡും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ട് ചീസ് വേണം, മുട്ട വേണം, പാല് വേണം, വേറൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് $100 പിന്നെ ഗൈസ് ഇതാണ് ഇവിടുത്തെ കുഴപ്പം. പൈസ വരുന്നേരം പൈസ ഇതിന് തന്നെ പോയാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം നെക്സ്റ്റ് ഡെലിവറി ഇനി 1 മിനിറ്റ് ഉണ്ട് ഗൈസ്. നമുക്കപ്പോഴത്തേക്ക് ഇവിടെ കച്ചറാക്കി വരും. ഇതൊക്കെ തുടച്ചെടുക്കലാണ് ഗൈസ് സെയിന്. അങ്ങനെ സ്റ്റോക്ക് നിറക്കാനുള്ളതെല്ലാം നിറച്ചേക്കാം ഗൈസ്. ഈ പരില്ലയും പിന്നെ ഫ്ലോർ പൊടിയും വേഗം തീരുന്നുണ്ട് ഗൈസ്. അത് നല്ല ചിലവുണ്ട്. പിന്നെ അടിയത്തെ ആ വൈറ്റ് കളർ പാക്കറ്റും അതൊക്കെ വേഗം തീരുന്നുണ്ട് ഗൈസ്. ബാക്കിയൊന്നും അങ്ങനെ വേഗം പോകുന്നില്ല ഗൈസ്. ഇവനുള്ളതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചടിച്ച് ബില്ലടിച്ച് ഭ്രാന്തായി പോകും. ബില്ലടിക്കാൻ ഭയങ്കര ചൊറയാണ് ഗൈസ്. ഇതെന്താണ് പിന്നെ പാസ്ത ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു ഗൈസ്. ഇതാണ് ഈ പിന്ന പാസ്ത. ഇത് എക്സ്പെൻസീവ് ഒന്നല്ല ഗൈസ്, നമുക്ക് കറക്റ്റ് റേറ്റിനായിട്ട് വാങ്ങേണ്ടവരോട് വാങ്ങണ്ടെന്ന് പറയാമെന്നല്ലാണ്ട്. അപ്പോൾ ഗൈസ് എല്ലാം തീർന്നു പോകുന്നുണ്ട്. നമ്മളെ റൊട്ടി കാലിയായി ഗൈസ്. റൊട്ടി വരുന്നുണ്ട്. ആ നീല സാധനം വാങ്ങാം ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് ഇതൊന്ന് വാങ്ങാം ഗൈസ്. നമ്മൾ സാധനം പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഓയിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഓയിൽ നമുക്ക് വെക്കാം ഗൈസ്. നമ്മളിപ്പോൾ തീരുമ്പോൾ സാധനം ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയില്ല. ആദ്യം നമ്മൊരു സാധനം വാങ്ങാൻ തന്നെ എത്ര പണി കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം ഗൈസ്. അയ്യോ ഗൈസ്, നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതിലും വേഗം തന്നെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെക്കൂല ഗൈസ്. ഞാൻ ഓർഡർ ചെയ്ത് പറയുന്നുണ്ട്. ഇവരെല്ലാം എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് ഗൈസ്. എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവില്ല. ബ്രെഡ് വന്നിട്ടുണ്ട് ഗൈസ്. ബ്രെഡ് വെക്കാം. കുറേ ബ്രെഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടങ്ങനെ ബ്രെഡ് വെക്കും ഗൈസ്. അങ്ങനെ ബ്രെഡ് വെച്ചിട്ടുണ്ട്. താളി വരുന്നു നോക്കാം. ഷോപ്പ് അടക്കുന്ന ഗൈസ്. രാവിലെ ആവില്ല. അപ്പോൾ ഗൈസ് നമ്മളെ മാനി ഇപ്പോൾ ഇതാ 2000 റുപ്യ ആവും ഗൈസ്. 2000 റുപ്യ വരുന്നവരെ ആൾക്കാരുണ്ടാവും. ഗൈസ് നമ്മളെ തലമണ്ടയിലാണ് ഗൈസ് നമ്മളെ പെട്ടിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ചീസ് മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ ആക്കണം വയ്ക്കുന്നുണ്ട്. ടാക്സ്, അതേഴ്സ്, റവന്യൂ, ടോട്ടൽ സ്പെൻഡിങ്. ലാഭവും നഷ്ടമൊന്നുമില്ല ഗൈസ്, സുമാർ തന്നെ.
അപ്പോൾ ഗൈസ് ചെറിയൊരു തണുപ്പൊക്കെ പിടിച്ചുകൊണ്ട് സൗണ്ടിന് വ്യത്യാസം ഉണ്ടാകും, അത് നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ മൊത്തം നിറച്ചേക്കാം. ഇപ്പോൾ ഇത് കാലിയായിട്ടുണ്ട് ഗൈസ്. ഇവിടെ കാപ്പിപ്പൊടി 5 എണ്ണം കൂടിയുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളെ ബ്രെഡും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഒരൊറ്റൊന്ന് ഗൈസ് ചങ്ങായി എടുത്തോണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. 1942 റുപ്യ ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു 2000 ആകുമ്പോൾ നമുക്ക് ഫർണിച്ചർ ഓർഡർ ചെയ്യാം. അത് കുറച്ച് വലുത് തന്നെ ഓർഡർ ചെയ്യണം ഗൈസ്. ചെറുതായി ശരിയാകുന്നില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് വലുത് തന്നെ ഓർഡർ ചെയ്യാം. അപ്പോൾ ഗൈസ് 1982 ഗൈസ്. ഇതെന്താണ് ഗൈസ്, ആള് കുറവാണല്ലോ ഇന്ന്. ശരിക്കും ആള് കുറവാണ് ഗൈസ്. സാധനം വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് സാധനം വന്നിട്ടുണ്ട്, പാല് വന്നിട്ടുണ്ട് ഗൈസ്. രാവിലെ ആയിരിക്കും പാലൊന്നും വേണ്ടേ ഗൈസ്? ഇതെന്ത് സ്ഥലമാണ് ഗൈസ്, പാലൊന്നും വേണ്ട. നമുക്ക് മുട്ടയെടുക്കാൻ കഴിയില്ല. ഈ ബോക്സിലൊക്കെ ഒന്നും ഉപകാരമില്ല. ഇത് വെക്കാനുള്ള സ്ഥലമില്ല. ഇതിന് മുട്ട വെക്കാൻ കഴിയുന്നുണ്ട് ഗൈസ്. പാല് വെക്കും, മുട്ട വെക്കാൻ കഴിയും ഗൈസ്. അതൊക്കെ ഇത് മൊത്തം എടുക്കും ഗൈസ്. നമുക്ക് ഈ പാല് ഇവിടെ വെക്കാം ഗൈസ്, കാരണം ഫ്രിഡ്ജിൽ വെക്കേണ്ട വേറെന്തോ വരാനില്ല ഇനി ഇല്ലേ. ഗൈസ് നമ്മൾ വേറെന്തോ തീർന്നിട്ടുണ്ട്. എന്താണെന്ന് ഓർമ്മയില്ല ഗൈസ്. ഇപ്പോൾ ഗൈസ് 2000 റുപ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫർണിച്ചർ ഓർഡർ ചെയ്യാം, എന്നാലും നമ്മളെ ലെവൽ അപ്ഡേറ്റ് ആവും ഗൈസ്. നമുക്ക് എന്താ ഓർഡർ ചെയ്യും? ഇപ്പം ഫ്രിഡ്ജ് ഓർഡർ ചെയ്താലോ ഗൈസ്? നമുക്കൊരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്യാം, പിന്നെ ഒരു ഷെൽഫും ഓർഡർ ചെയ്യാം ഗൈസ്. അതാകുമ്പോൾ നൈസാണ്. 2 അട്ടിയുള്ള ഒരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി നിങ്ങൾ സാധനം വേണം ഗൈസ്. അതിന് നമുക്ക് ഈ ഷോപ്പ് കാലിയാകുന്നവരെ കാത്തിക്കണം. എല്ലാം ഒന്ന് ഓർഡർ ചെയ്താൽ ഗൈസ്, എല്ലാം ഒരു പെട്ടി ഓർഡർ ചെയ്തേക്കാം. എന്നാൽ പിന്നെ സാധനം നോക്കണ്ടല്ലോ. നോക്കട്ടെ ഗൈസ് എത്ര പൈസ ആവും. $300 ആവും. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വേറെ വഴിയില്ല. സാധനം വന്നേ പറ്റൂ. സാധനമൊക്കെ തീരാനായി ഗൈസ്. എന്താ ചെയ്യാൻ? ഒരു മൊത്തത്തിൽ കാട്ടാം. നമുക്ക് ക്ലീൻ എപ്പം ചെയ്യണം ഗൈസ്. പേടിയപ്പോൾ അയ്യോ പേടിയപ്പോൾ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവന് പൈസ തീരാനാകുമ്പോഴാണ് ഇവർക്ക് പൈസ കൊടുക്കേണ്ടില്ല. ഇങ്ങനെ വരും ഗൈസ്. ഈ വീഡിയോ വെക്കുന്നത് നഷ്ടമാണ് ഗൈസ്. ഓരോ ദിവസത്തേക്കാണ് ഒരു വീഡിയോ. അതിനും കാട്ടി നല്ല 150 ഉറുപ്പിക എടുത്താൽ ഇവന് എത്തിക്കുന്നതിന് എല്ലാവരും തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് ഷോപ്പൊന്ന് സെറ്റ് ചെയ്യണം. രാത്രിയായിട്ട് ഗൈസ് നമുക്ക് ഈ ഷോപ്പൊന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ പുതിയ ഷെൽഫ് വരുന്നുണ്ട് ഗൈസ്, അപ്പോൾ അത് ഇത്തിരി സീനാവും. നമുക്ക് വേഗം ഇവിടെ ഷെൽഫ് സെറ്റ് അല്ലെങ്കിൽ ലാഗ് അടിച്ചിട്ട് ഒരു സാധനം എടുക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ കുറച്ച് ബേക്കോട്ട് കിട്ടും ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ ഗൈസ്? ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ നമുക്ക് ഷോപ്പ് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രി എന്ത് ചെയ്യാം, ഈ ഷെൽഫൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നല്ല വൃത്തിക്ക് നമുക്കിതാക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഒരു കാട്ടത്തൊട്ടി ഓർഡർ ചെയ്തു ഗൈസ്. വേസ്റ്റ് പിന്നെ ഗൈസ്
മാറിപ്പോയതാണ് വിചാരിക്കരുത്. ഒരു വേസ്റ്റ് പിന്നും കൂടി വേണം ഗൈസ്. ഒന്നിനെ കൊണ്ടാവും തോന്നുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ 1500 ഉള്ളൂ ഗൈസ്. ഇവിടെ സാധനമൊക്കെ ആണെങ്കിൽ തീരാനായി. ഒരു ഷെൽഫാണ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവരെല്ലാണെങ്കിൽ സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമാണ് ഗൈസ്. ഇതാണ് ഗൈസ് കുഴപ്പം. കുറേ ടൈം കാത്ത് നിൽക്കണം ഗൈസ് സാധനം വരാൻ. ഗൈസ് നമുക്ക് വേഗം ഷെൽഫൊന്ന് ഇപ്പുറം കൊണ്ടിടാം. അല്ല, ഫ്രിഡ്ജാണിത് ഗൈസ്. ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വെക്കും ഗൈസ്. ഇവിടെ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ സമയം ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷെൽഫും വന്നിട്ടുണ്ട് ഗൈസ്. ഷെൽഫ് മാറ്റി കൊടുക്കാൻ ഒരിക്കലും നമ്മൾ ആളെ ഇടങ്ങാറാക്കാൻ പോകുന്നില്ല. ഈ ഷെൽഫിലുള്ള സാധനം മൊത്തം തീർന്നിട്ടുണ്ട്. നമുക്ക് 8ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ സാധനമാണ് വേണ്ടത് ഗൈസ്. ഗൈസ് നമുക്ക് ആ ഷോപ്പും എല്ലാം ക്ലോസ് ചെയ്യും. ഗൈസ് നമ്മളിവിടെ രാത്രിയാണെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു അല്ല രാവിലെ ആണെന്ന് ചോദിച്ചു ഗൈസ്. നമ്മൾ പറഞ്ഞു വേണ്ടാന്ന്. കാരണം എന്ന് വെച്ചാൽ രാവിലെ ആയാൽ നമുക്ക് ആള് എന്തായാലും പീടിക തുറക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സാധനം ഇവിടുന്ന് മാറ്റുകയാണ് ഗൈസ്. തൽക്കാലത്തേക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് എവിടെ നോക്കിയിട്ട് മാറ്റാം ഗൈസ്. അപ്പോൾ സ്റ്റേഷൻ ഇനി നമുക്ക് ആവശ്യം വരും. കാരണം തീപിടുത്തലുണ്ടായ വേഗം ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഗൈസ് അത് നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്ക് കറക്റ്റ് അവിടെ നിന്നോളും ഗൈസ്. പിന്നെ നമ്മുടെ വേസ്റ്റ് ബിന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം ഗൈസ്. അത് അധികം ആവശ്യം വരുന്നതാണ്. പിന്നെ നമ്മുടെ മറ്റേ വേസ്റ്റ് ബിന്നില്ലേ രണ്ടാമത്തെ, അത് നമുക്ക് എവിടെ വെക്കും? ഇവിടെ ആയിട്ട് വെക്കാം തോന്നുന്നു ഗൈസ്. നടുക്കായിട്ട് വെക്കാം ഗൈസ്. അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സാധനമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. സമയം ഇനി ചെക്കൗട്ട്. അപ്പോൾ ഗൈസ് ചെക്കൗട്ട് മാറ്റാൻ കഴിയില്ല പോലും ഗൈസ്. അതൊരു ചെറിയതല്ല, കുറച്ച് വലിയൊരു ടാസ്ക് തന്നെ ഗൈസ്. അപ്പോൾ ഒരു പണി കിട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു ഐഡിയ ചെയ്യാം. ഇത് മാറ്റാൻ കഴിയില്ല ഗൈസ്. അപ്പം നമുക്കൊരു ഐഡിയ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടാക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ നമുക്ക് എപ്പോൾ ആവശ്യമുള്ള സാധനമാണ്. അതിങ്ങനെ വിചാരിച്ച പോലെ ഓർഡർ ചെയ്യാൻ കഴിയില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് അത് ഇവിടെ ആയിട്ട് വെക്കാം ഗൈസ്. ഇതാകുമ്പോൾ കറക്റ്റായി. ഇതിൻ്റെ ഇടയ്ക്കൊരു അടിയാകുന്നുണ്ട് ഗൈസ്. വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതാ. അപ്പോൾ ഗൈസ് നമുക്കനി സാധനമൊക്കെ വച്ചുകൊണ്ട് തന്നെ നമ്മളെ ഷോപ്പ് നാളെ തുറക്കാം ഗൈസ്. നമ്മളോട് ഉറങ്ങാൻ പറയുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഉറങ്ങിയാൽ ശരിയാവും തോന്നില്ല ഗൈസ്. നമുക്ക് ഈ ചായപ്പൊടി ഇവിടെയല്ല വെക്കണ്ട ഗൈസ്. ചായപ്പൊടി ഈ മൂല മതി ഗൈസ്. നമ്മൾ ഗൈസ് അടുത്ത് നമ്മൾ ഇങ്ങനത്തെ ബോക്സ് ഐറ്റെല്ലാം ഇവിടെ വെക്കും ഗൈസ്. ഇനി നമുക്ക് ചീസ് വന്നിട്ടുണ്ട് ഗൈസ്. ചീസൊക്കെ നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. ചീസൊക്കെ നല്ലതായിരിക്കും പോകുന്ന സാധനമാണ് ഗൈസ്. നമുക്ക് ഒന്നും കൂടി ഓർഡർ ചെയ്യാം ഗൈസ് എല്ലാ സാധനവും. കാരണം ഇത് പോരാ ഗൈസ്. നമുക്കിനിയും പൈസ ഉണ്ടാക്കണമെങ്കിൽ 4 5 6 7 8 9 9 10 12 4 6 8 10 11 12. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ സാധനവും ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്നും കൂടി ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ 700 റുപ്യാണ് ഉള്ളത് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇവനെന്തൊരു മണ്ടനാണ്, എല്ലാം മാറ്റി പൈസ കളി.
പൈസൻ്റെ ഷോ ആണെന്നെല്ലാം വിചാരിക്കും. ഗൈസ് നിങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ നാളെ കണ്ടു ഗൈസ് എൻ്റെ എത്ര പൈസ ആയിരുന്നു. ഇപ്പം എൻ്റെ നിന്ന് പോയത് ഗൈസ് ഈ 2 വട്ടം സാധനം വാങ്ങിച്ചിട്ട് പോയതെന്ന് വെച്ചാൽ കൂടിപ്പോയത് എത്രയാ പോവാ, 300 റുപ്യന്ന് ഇത് ഫുള്ള് വാങ്ങാനായിട്ട് വരുന്നത്. അപ്പം 300 റുപ്യ ഫുള്ള് വാങ്ങാൻ, അപ്പം 600 റുപ്യ ടോട്ടൽ പോയിട്ടുള്ളൂ. അപ്പം ഗൈസ് നിങ്ങൾ നാളെ നോക്കൂ, 600 അല്ല എനിക്ക് 1000 റുപ്യ വരെ വേണമെങ്കിൽ കിട്ടും. നിങ്ങൾ നോക്കൂ ഗൈസ്, ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ നോക്കൂ ഗൈസ്. അപ്പോൾ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1000 റുപ്പീസ് ആവുന്നവരെ നമുക്ക് ഈ വീഡിയോ കളിക്കാം. അതിനുശേഷം നിർത്തുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 3 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് മൊത്തം ഫില്ല് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഷോപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഷോപ്പൊക്കെ വൃത്തിയാക്കി നല്ല പുതിയ ഷോപ്പ് മാതിരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ പെട്ടിയൊന്നും നോക്കുന്നത് ഗൈസ്, ഞാൻ സ്റ്റോക്ക് കൂടിപ്പോയി ഗൈസ്. പാലൊക്കെ നോക്കുക ഗൈസ്, ഒരു ഫ്രിഡ്ജ് നിറച്ചും പാലാണ് ഗൈസ്. ഒരാഴ്ചത്തേക്കുള്ള സ്റ്റോക്കുണ്ട് ഗൈസ്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ 1000 റുപ്യ ആകുമ്പോൾ ഈ വീഡിയോയുടെ ചലഞ്ച് കഴിയുന്നതായിരിക്കും. അപ്പം 1000 റുപ്യ വലിയ സമയമൊന്നും വേണ്ട ഗൈസ്. നമ്മുടെ സാധനങ്ങളെല്ലാം കുറേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് കുഴപ്പം ഗൈസ്, ഇവരൊക്കെ ഇവിടെ കച്ചറിട്ട് കുലുമാലാക്കും. അപ്പോൾ ഗൈസ് നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ന്യൂ സെക്ഷൻ ചെയ്യണം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ ഒടുക്കാത്ത പൈസയാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കില്ല ഗൈസ്. 1000 റുപ്യ ഇപ്പം തന്നെ ആകാൻ. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം എത്ര പൈസ. ബാങ്കിൽ നമുക്ക് ലോണൊന്നും എടുക്കാൻ കഴിയില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ സീൻ എന്ന് വെച്ചാൽ ലോണൊന്നും കിട്ടില്ല ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. പ്രൊഡക്റ്റ് ലൈസൻസ് ഇപ്പം നമുക്ക് ആവശ്യമില്ല. വലിയ ഓയിൽ, സാൾട്ട്, സ്മിത്ത്, പീനട്ട് ബട്ടർ, ഫ്രൂട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഒരു പർച്ചേസ് എടുക്കാം. വേണ്ട ഗൈസ്, നമുക്ക് ഓർഡറിൽ തന്നെ പോകണം. എക്സ്പാൻഡ് യുവർ സ്റ്റോർ. അപ്പോൾ ഗൈസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹയർ ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ 1000 റുപ്യ വേണം ഗൈസ്. അപ്പം നമുക്ക് 1000 റുപ്യ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇത്ര പെട്ടെന്ന് രാത്രിയെ ഗൈസ്. അപ്പം നമുക്ക് ഈ ഷോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ മൊത്തം ഷോപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. $1000 ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും PLP സ്റ്റോറിന് ഗുഡ് ബൈ.